ഒരു ഫ്ലവർ പോട്ടാണ്. അപ്പം നമുക്ക് ഒട്ടും വയ്ക്കാണ്ട് വീഡിയോ പോവാം. സോ അപ്പോൾ നമുക്ക് ചിരട്ട എടുത്തിട്ട് നന്നായിട്ട് സ്ട്രാപ്പ് ചെയ്യാം. നമ്മളിതിൻ്റെ സൈഡൊക്കെ ആ നൂല് വേർപ്പെടുത്തണം. അപ്പം നമുക്ക് ഇതൊക്കെ ഇപ്പോൾ നന്നായി വരച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പം നമ്മളിത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബേസ് ഉണ്ടാക്കാം. നമുക്കിതിനെ ഫിനിഷ് ചെയ്തെടുക്കാം, സ്മൂത്ത് ചെയ്തെടുക്കാം. നമ്മളൊരു സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാം. നമുക്കിതിനെ ആൻറ്റിന് വേണ്ടിയിട്ടുള്ള പീസസ് കട്ട് ചെയ്തെടുക്കാം. സ്മൂത്താക്കി എടുക്കാം. സാൻഡ് പേപ്പർ നമ്മള് ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റംസും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് ഒക്കെ കൂടി ഈ ഒരു ഗം വെച്ച് ഒട്ടിച്ചെടുക്കാം. നമുക്കിതൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് അതിമ പൊടി ഇടണം കേട്ടോ, എന്നാലേ അതിന്റെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമുക്ക് അതിലേക്ക് പൊടി ഇടാം. കുറച്ചധികം പൊടി ഇട്ടിട്ട് അതിനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ അതിന്റെ പിറകു ഭാഗവും അതുപോലെ ചെയ്തെടുക്കാം. കുറച്ച് പൊടിയിടാം. ഈ പൊടി ഈ തേങ്ങ സ്ട്രാപ്പിൽ കഴിയുമ്പോ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ഇതൊട്ടിച്ചു. അതുപോലെ തന്നെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഇതൊട്ടിക്കാം. ഒട്ടിക്കുമ്പോ നമ്മൾ ഇതിനെ ഇത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ച് നോക്കുക. ആദ്യം വെച്ച് നോക്കിയിട്ട് ഇത് കറക്റ്റായിട്ട് ഒട്ടുകയാണെങ്കിൽ ആ സ്ഥലത്ത് മാത്രം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ മൊത്തം പെയിന്റ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. നല്ല രീതിക്ക് പോളിഷ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. മാക്സിമം എല്ലാ സ്ഥലത്തേക്ക് കൊടുക്കാൻ നോക്കുക. പിന്നെ ഈ ഭാഗം കഴിഞ്ഞ് നമുക്ക് അടിയിൽ ചെയ്യാം. പിന്നെ ഇത് ഇവിടെ ഉണങ്ങിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മൊത്തം തേച്ചു. നമുക്ക് ഉള്ളിലും കൂടി തേക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടേസ്റ്റാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ നിങ്ങൾക്ക് തന്നെ നല്ല ഭംഗിയുണ്ടാവും.
എല്ലാവർക്കും ചെയ്ത് നോക്കിയിട്ട് സുന്ദരമായ കൊട്ടോടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് എന്റെ തോട്ടത്തിൽ കുറച്ച് പൂ പറിക്കും. നമ്മളെ കൊട്ട അലങ്കരിച്ചു കൊടുക്കാം. അപ്പൊ കുറച്ച് പൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. പൂ ഓരോന്നോരോന്നായി വെച്ചെടുക്കാം. അത് നമുക്ക് വലിയ അളവിനെ വെച്ചെടുക്കാം. വലിയ അളവിൽ ഒതുങ്ങൂ ആള് വന്ന അങ്ങനെ നമ്മുടെ അവസാനത്തെ പൂ ഞാൻ ഇവിടെ വെച്ചു. കുറച്ചും കൂടി പൂകൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.